ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്ന വണ്ടിക്ക് കിക്കർ അടിക്കുമ്പോൾ കംപ്രഷൻ ഇല്ലാണ്ട് പോകാറുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വാൽവ് ബെൻഡായി പോയതാണ്. അപ്പോൾ ഹെഡ് പോർഷൻ അഴിച്ചാലാണ് നമുക്ക് വാൽവ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇൻലെറ്റ് വാൽവ് ബെൻഡായിരിക്കുന്നതാണ് കംപ്ലൈൻറ്റ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡൊന്നും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് വാൽവ് മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. നിലവിൽ വണ്ടി വാൽവ് സീറ്റിങ്ങും വാൽവും ചേഞ്ച് ചെയ്യൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ബാക്ക് അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസുകളൊക്കെ ഉണ്ട്. കാരണം ഫ്രണ്ട് ഫോർക്ക് തുടങ്ങിയിട്ട് അത്യാവശ്യം കംപ്ലയിൻസുകളുണ്ട് വണ്ടിക്ക്. അപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കാവുന്ന രീതിയിലേക്ക് ആണ് നമ്മൾ റെഡിയാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 വാൽവ് കിറ്റായിട്ട് വന്നാൽ അപ്പോൾ വാൽവ് മാറണം. വാൽവ് സീറ്റ് ചെയ്തിട്ട് ഗ്യാസ് കെറ്റുകളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ വണ്ടി പെട്രോൾ ഓണാക്കിയിടുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കാർബറേറ്ററിൻ്റെ ആണ് കേട്ടോ. അപ്പം നിലവിൽ ആ ഭാഗമൊന്നും ചെയ്തിട്ടില്ല. റണ്ണിങ് ആക്കാൻ വേണ്ടിയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മെയിൻ്റനൻസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ സൈഡ് നോബ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ഫിറ്റ് ചെയ്യാമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ പറഞ്ഞ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. വേറെ വർക്കുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിന് വേണ്ടി അയച്ചപ്പോൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.